ഒന്ന് സങ്കല്പിക്കുക, നമുക്കൊരു സുഹൃത്തുണ്ട് വിക്രമൻ. വിക്രമന് ഒരു ബോട്ടിൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ലൊരു കോൾ അടിച്ചിരിക്കുകയാണ്. 1,00,00,000 രൂപയുടെ ഒരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് പെപ്സിന്ന്. 1,00,000 ബോട്ടിൽസ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് കോൺട്രാക്റ്റ്. പക്ഷേ ആശാൻ്റെ ഒരു പ്രതിസന്ധിയും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് മാനുഫാക്ചറിങ് ചെയ്യുവാനുള്ള ലേബറിന് കാശ് കൊടുക്കുവാനോ റോ മെറ്റീരിയൽ മേടിക്കുവാനുള്ള ആ ഒരു പണം മുഴുവനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 70 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ 30 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇപ്പം പണമില്ലാത്ത സാഹചര്യത്തിൽ തങ്ങളെ സമീപിച്ചതെന്ന് വിചാരിച്ചോ? പക്ഷേ താങ്കൾ എന്തിനാ അതിനു വേണ്ടി അദ്ദേഹത്തിന് കാശ് കൊടുക്കേണ്ടത്? അവിടെയാണ് ഡിസ്കൗണ്ടഡ് ഇൻവോയ്സിങ്ങിൻ്റെ സിസ്റ്റം കയറി വരുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയ ആ 70 ലക്ഷം രൂപ അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു. എന്നിട്ട് ഇൻവോയ്സ് വരുമ്പോൾ ആ ഇൻവോയ്സിൻ്റെ കാശ് മൊത്തം നിങ്ങളുടേതാണ്. പിന്നെ അതിൽ നിന്ന് താങ്കൾ ഒരു 20 ലാക്സ് എടുത്തിട്ട് ബാക്കി 10 ലാക്സ് അദ്ദേഹത്തിന് കൊടുത്ത് മ്യൂച്വൽ ബെനിഫിറ്റ് എടുക്കാം. അങ്ങനെ നമ്മുടെ കാശിനും ഒരു വർധനവ് നല്ലപോലെ എളുപ്പത്തിൽ ലഭിക്കും.